വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോടെ നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളങ്ങുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനാനിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ബന്ധുക്കളും ഗുണമുടയ അറിവുള്ളോരും അപ്പനോട് അമ്മാവന്മാർ അയലാരും ബന്ധുക്കളും തേരാനാധനത്തെയൊത്ത് വേഗമോടെ തൻ പിതാക്കൾ നാട്ടിൽ വന്നു പുകഴ്ന്നേ ഇപ്പരദേശി 400 വന്നവരിങ്ങോ വേരോടി പെറ്റു വളർന്നേ ജ്ഞാനായ അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥജീവിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിൽ ഉയർത്തിയതിലും അങ്ങേ പ്രദർശിപ്പിച്ച കാരുണ്യാതിരകത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. മധുരവെപ്പ് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ടിറ്റീഷിന്റെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല ഉഷാറായിട്ട് ചെക്കിന് മധുരം കൂട്ടുകയും ചോദിച്ചുകൊണ്ട് കൊടുക്കാം. दो नैन सितारे है चांद सा मुखड़ा, क्या कहना उसका आफरीन। दावत में जैसे हो शाही टुकड़ा, उसके जैसी न कोई नाज़नीन। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है। ആശംസകൾ പറയാനായിട്ട് ക്ഷണിക്കുകയാണ് ലൈജു ചേട്ടൻ. ടിറ്റീഷിന്റെ ജീവിതത്തിലെ നിർണായക ദിവസമെന്ന് ലാസ്റ്റ് ബാച്ചലർ ഡേ. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഒരു ബാച്ചലർ ജീവിതം അവസാനിച്ചു, നാളെ തുടങ്ങി വേറെ ജീവിതം. എനിക്ക് ആശംസിക്കാനുള്ളത് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കും ഇതൊക്കെ പ്രതീക്ഷാനല്ല, അത് നിലനിർത്തുക എന്നുള്ളതാണ്. അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ജീവിതം. അപ്പോൾ ഈ സ്നേഹവും സഹകരണവും എല്ലാം തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സർവേശ്വര എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നിങ്ങൾക്ക് അധികമായിട്ട് തന്നെ തരട്ടെ എന്ന് ആശംസിച്ചു. കയ്യടി പോരട്ടെ.
कहीं रह जा, मैं तेरी दीवानी रे, अफसोस तुझे है क्या, मुझसे दूर कहीं न जा, बस यही कहीं रह जा, मैं तेरी दीवानी रे, अफसोस तुझे है क्या, तेरी मेरी कहानी नहीं बन गई, तू मेरा हो गया, मैं तेरी हो गई, जहाँ जाए तू संग मुझे ले जा। എൻ്റെ കാലത്ത് മധുരം വെക്കുന്ന സമയത്ത് സാധാരണ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത ഒരു ഗ്ലാസ് ജ്യൂസ് വയ്ക്കും, എന്നിട്ട് പാക്ക് ചെയ്താൽ ചെറിയ കുത്തി രണ്ട് സ്ട്രോ ഇട്ട് ആണ് തരാറ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് ഉപയോഗിക്കുന്നത്, കാരണം ചില ഉപ്പ് കലക്കി വയ്ക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് ചേർത്ത് വയ്ക്കും, അത് വലിക്കോ പേടിച്ച് സ്ട്രോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ അനുഭവം. ഇന്നതൊന്നുമില്ല. ആ അമ്മ പറയാനായിട്ട് പറ്റിയത് എനിക്കല്ല, ജിൻസേട്ടനാണ്. ഇതുപോലെ ചേട്ടൻ പറഞ്ഞ പോലെ മധുരം വെപ്പിന് അവര് കരിക്കില് വെച്ചത് എഞ്ചിനീയർ ആയിരുന്നു. അത് വെച്ച ആളാരാന്ന് 23 കൊല്ലാവണം. ഇപ്പോ ഈ 20-ാം തീയതിക്ക് 23 കൊല്ലാവും. ഇതുവരെ ആ കള്ളൻ ആരാന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഓർമ്മ. ഫിറ്റീഷിന് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അഞ്ജലിനെ എല്ലാവരും ഒന്ന് കൈയടിച്ച് സ്വാഗതം ചെയ്ത്. അഞ്ജലിന് ടാസ്ക് അറിയില്ലെന്നാ പറയുന്നത്, പക്ഷെ കുഴപ്പമില്ല, അഞ്ജലി ജസ്റ്റ് നിന്നാ മതി. ടാസ്ക് നമ്മൾ ഫിറ്റീഷിനെ കൊടുക്കുന്നത്. ഇൻ കേസ് ആഫ്റ്റർ മാരേജ് ഒന്ന് സാരി എടുക്കാനായിട്ട് റിച്ച് ഹെൽപ്പ് ചോദിച്ചാൽ ഫിറ്റീഷ് എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് പഠിപ്പിക്കല്ലേ? ഇവിടെയുള്ള എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, അപ്പൊ ഫിറ്റീഷിന് നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമ്മള് പ്രോപ്പർട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉടുക്കാൻ പറ്റിയ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഫിറ്റീഷ് ആണ് ഉടുപ്പിക്കുന്നത്. ഫിറ്റീഷ് ഉടുപ്പിക്കും. വെള്ളം കൊണ്ട് പോവാണ്ട് അഞ്ജലിന്റെ പേര് ഇതിന്റെ പേരാണ് സാരി. സാരിയുടെ പ്രത്യേകത പറഞ്ഞുതരാം. 5 മീറ്റർ ഉണ്ടാകും. ഇവിടെ ഇന്ന് വൈകുന്നേരം തന്നെ ഓരോരുത്തർ 2-3 മണിക്കൂർ എടുത്തിട്ടാ കൊടുത്തത്. പക്ഷെ നിനക്ക് ഞങ്ങള് അത്ര സമയം തരില്ല. ഇവിടെയുള്ള എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് അത്ര എളുപ്പമുള്ള പരിപാടി എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാൻ റെഡി ആവുമ്പോ റിച്ചനോട് പെട്ടെന്ന് ഇറങ്ങുന്നു പറയാൻ പാടുണ്ടോ? ഇല്ല. ആ, അതെന്തുകൊണ്ടാ നമുക്ക് ഇപ്പൊ പഠിപ്പിച്ചു വിടാം. ഇതിപ്പോ ഏതാ തല, അത് ഇത്തിരി പോലും നിവർന്നിട്ടില്ല. അഞ്ജലി പെട്ട്. ഇത് എവിടുന്ന തോന്നാന്ന്? അങ്ങനല്ലടാ, അങ്ങനെയല്ല, ആയിട്ടില്ല. അല്ല പറയുവാണ് ചേട്ടാ ഒന്ന് പിടിച്ചതാ. എങ്ങനെ പിടിച്ചു കൊടുക്കൂ? ഉടുപ്പിച്ച് കൊടുക്കണം. സ്റ്റോറി മാൻ. സ്റ്റോറി മാൻ. അത് മുണ്ടാണ്. ഇത് ട്രയലായിരുന്നു. ഇതിന് ഫെയിലായി. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിർത്തും, ഫുള്ളായിട്ട് നിർത്തും. അത് നിവർത്തി കണ്ടിട്ടില്ല. അത് 5 മീറ്റർ 5.5 മീറ്റർ ഒന്നുമില്ല. ഇനി എത്ര നിർത്തും? നിവർന്നത്. ഇപ്പൊ ഫിറ്റീഷ് സാരി എന്താന്നുള്ള ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഞ്ജലി ഫിറ്റീഷിനെ പഠിപ്പിച്ചോണ്ടിരിക്കുക. എടാ ഇവിടെ നിന്ന് എടുക്കടാ. എടാ നീ ഫ്രണ്ടിലേക്ക് നിൽക്ക്. കാണുന്നില്ല, അത് കാണുന്നില്ല അവര്. ഇല്ല പറ്റില്ല. നീ ചുമ്മാ നിന്നാ മതി. അവൻ
എന്തൊക്കെയോ കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണുന്നില്ല. ഒന്ന് ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുള്ള അച്ചാച്ചന്മാർക്കും അങ്കിൾമാർക്കും ഒക്കെ കടന്നു വരാം. വിവാഹിതർക്കും അവിവാഹിതർക്കും കടന്നു വരാം. ജസ്റ്റിൻ ജോസ് കാനഡയിൽ നിന്ന് PR റെഡിയായിട്ട് വന്നേക്കുന്ന ജസ്റ്റിനാണ്. എത്ര പ്ലീസ് കം. പിറ്റേഷൻ പിൻവാങ്ങിയിരിക്കുകയാണ്. യെസ് ജസ്റ്റിൻ ചേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. പഞ്ചല് ടീച്ചറായി അട്ടം ചുറ്റണം, എന്നിട്ട് കെട്ടിടണം. കെട്ടിട്ടു. എടാ ഒരു ക്ലൂ തരാം. ഇത് ഇപ്പുറത്തെ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലാണ്. വശം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. PR വിഷമത്തിലാണ്. ഗുജറാത്തികൾ അങ്ങനെയും ചുമ്മാ ചുറ്റലിൽ ഞൊറിയൊക്കെ ഉണ്ട്, പ്ലീറ്റ് എടുക്കലൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യും. ഞങ്ങൾ ഇങ്ങനെയല്ല, അവര് കുറച്ചും കൂടെ. ശരി, ഇത് എടുത്തിട്ട് റാമ്പ് വാക്ക് ചെയ്യാവോ? അതല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചുറ്റിയിട്ട് നടക്കുന്നത് എങ്ങനെയാ? പെട്ടു കഴിഞ്ഞു. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാരും നോക്കിയേ, എല്ലാവരും ഏത് വശത്താ ഈ ഫ്ലീറ്റ് പിറ്റേഷന്റെ ടാസ്കാണ്. അവര് സപ്പോർട്ടാണ്. മാറ്റി കൊടുക്കണം. അതെ, ചേട്ട ഉടുപ്പിക്ക്. ഇടപെടലടോ. ഇത് എന്തെങ്കിലും കഴിയുമോ? ജസ്റ്റിൻ ചേട്ടൻ പെട്ടു എന്ന് പറയുന്നുണ്ട്. പിൻവാങ്ങാം ഒരവസരം. പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. പറ്റില്ല, തോൽവി സംഭവിച്ചു. ഒന്ന് സാരി കൊടുത്ത് പഠിക്കാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ആരും ഉണ്ടെന്ന്. അല്ല, പഠിക്കാനും പഠിപ്പിക്കാനും അളിയനും ഉള്ളപ്പോ ഒന്നിങ്ങ് പോരാമോ? ജസ്മോൻ ആൻഡ് മനു പ്ലീസ്. നമുക്ക് ജസ്മോനോട് പഠിപ്പിക്കാം അല്ലേ? ജസ്മോൻ പ്ലീസ്. ജസ്മോൻ ഇത് വളരെയധികം ആവശ്യം വരും. മനുചേട്ടൻ ഇത് ആവശ്യം വരും. ജസ്റ്റ് ട്രയൽ. പിറ്റീഷൻ അത്ര ടൈം ഒന്നും കൊടുക്കില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണേ. എങ്ങനെ കൊടുക്കും? ചുരിദാർ വാങ്ങിക്കൊടുത്താൽ മതി. ബാക്കിൽ നിന്ന് കമന്റ്സ് വരുന്നുണ്ട്, റിച്ചയ്ക്ക് സാരി ഒന്നും വാങ്ങിക്കൊടുക്കണ്ട, ചുരിദാർ വാങ്ങിക്കൊടുത്താൽ മതി. അതാ എളുപ്പം. സാരി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ. അണിയറയില് മാർഗം കളിക്കാര് റെഡി ആവുന്നുണ്ട്. അതെ, ഒരു തകർപ്പൻ മാർഗം കളി ഇതിന് ശേഷം ഉണ്ടാവുന്നതായിരിക്കും. ഫിനീഷും ടീമും ഒക്കെ പെട്ടെന്ന് സാരി കൊടുത്താൽ പെട്ടെന്ന് മാർഗം കളി കാണായിരുന്നു. ഇവരൊക്കെ തീരുമാനമാക്കിയിരുന്നെങ്കിൽ മാർഗം കളി കാണായിരുന്നു. ആട്ടിടയന്മാരുടെ കുപ്പായം പോലെ ആയിട്ടുണ്ട്. കളറ് എവിടെയൊക്കെയോ കുറച്ച് മോഡാണ്. താഴ്ത്തു ബാക്കിയൊക്കെ ഉണ്ട്. മാഘചന്ദിരാ ರೂಪಾಮಣಿಯೇ ಮಾಘಚಂದಿರಾ ರೂಪಾಮಣಿಯೇ எனது மங்கை தங்கமே மரதக மனமே எனது மங்கை தங்கமே மரதக மனமே മനമീനതോ ചന്ദവർണ്ണ ശോഭന മനമീ
ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ഓടിക്കല്ലേ തീരും നീ സമയമിട് മണമകളെ അണിഞ്ഞൊരുങ്ങ് തിരുമകളെ ചൂടുകളാക്കി തന്റെ പെണ്ണിൻ കല്യാണത്തിന് അവൻ ചെന്ന് പകർന്നിടാം തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നീ ഒഴിക്കല്ലേ നടത്തല്ലേ നല്ലൊരു രസകരമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ആസ്വദിച്ചിരിക്കുന്ന സമയമാണ്. ഞാനിപ്പോ ഒരു ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് മൊത്തം കുളം. അതെയോ? വിവാഹത്തിന് അങ്ങനെ ആശംസകൾ പൊതുവെ പള്ളിയിൽ കല്യാണം കഴിക്കുമ്പോൾ എന്റെ കല്യാണത്തിനൊക്കെ അച്ഛനാ പറഞ്ഞിരുന്നത്. നല്ലതായിട്ട് ബെസ്റ്റ് ആയിട്ട് പറഞ്ഞു. അതൊന്നും ശരിയല്ലായിരുന്നു. എന്നാലും ഏതാണ്ടൊക്കെ ഒത്തുപോകുന്ന കാര്യമായിരുന്നു. ഇത് കേട്ടപ്പോ മേരീസ് ഭയങ്കര പുളകിതയായി. അത് തീർന്നു, അന്നത്തോടെ തീർന്നു. എന്നാലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിവാഹം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷ വാഹതി ഇതി വിവാഹ എന്നാണ് അതിന്റെ നിർവചനം. എന്ന് വെച്ചാൽ മഹത്തായ കർമ്മമണ്ഡലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് എന്തോ അതാണ് വിവാഹം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്നത് അവരുടെ ഒരു ഹോളി സൈക്രമെന്റ് എന്നാണ് പറയുക. അതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു പരിശുദ്ധമായ കൂദാശയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബങ്ങളെയാണ് നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ മഹത്തായ കുടുംബങ്ങളും നല്ല രസകരമായ കുടുംബങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്ന ആ പ്രോസസ്സ് വലിയ ആർഭാടമായിട്ട് നടത്തുന്നത്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു വരിയുണ്ട്. മൂർഖ എത്ര ന പൂജ്യത്തെ ധാന്യം എത്ര സുസഞ്ചിതം ദാമ്പത്യ കലഹോ നാസ്തി എത്ര സ്ത്രീ സ്വയം ആഗതായ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ അങ്ങനെയാണ്. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. എവിടെയൊക്കെയാണോ ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണോ ദുഷ്ടന്മാർ ഇല്ലാത്തത്, എവിടെയൊക്കെയാണോ ദാമ്പത്യ കലഹങ്ങൾ ഇല്ലാതിരിക്കുന്നത്, അവിടെയെല്ലാം ഐശ്വര്യം താനേ വരുന്നു എന്നാണ് പറയുക. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് മഹത്തായ ഒരു കർമ്മമാണ്. അതൊരു കുടുംബത്തിലേക്കാണ്, ദമ്പതികളാവുകയാണ്. വിവാഹത്തോടുകൂടി ദമ്പത് എന്ന വാക്കിന് 4500 വർഷം പഴക്കമുള്ള വാക്കാണ് ദമ്പതി എന്നുള്ളത്. ദാമ്പത് എന്ന വാക്കിൽ നിന്നാണ് ഈ ദമ്പതി എന്ന വാക്കുണ്ടാവുന്നത്. ദമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഉടമസ്ഥൻ എന്നാണ്. അത് സിന്ധു നദികളുടെ സംസ്കാരത്തോളം പരിഷ്കാരമുള്ളതാണ്. കല്യാണം നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടുപിടിച്ചതല്ല, വളരെ പഴക്കമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല രീതിയിലും അതിനെ പരിഹരിച്ച് നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായ അർത്ഥമുള്ള കല്യാണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ രസകരമായിട്ട് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എന്റെ സുഹൃത്തിന്റെ ഒരു കല്യാണത്തിനാണ്. 11 മക്കളുള്ള കുടുംബത്തിലെ ഒരു അവസാനത്തെ പെൺകുട്ടിയുടെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ ക്ഷണക്കത്തിലാണ് അതിന് എത്രത്തോളം പവിത്രതയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആ കല്യാണ ക്ഷണക്കത്തില് ഹൈന്ദവര്, നമ്മളിവിടെ ക്രിസ്ത്യാനികൾ കല്യാണം കളിക്കുമ്പോൾ സാധാരണഗതിയിൽ ദിയോ വളന്റി എന്ന് മാത്രമേ പറയൂ. ലാറ്റിൻ ഭാഷയിൽ ദിയോ വളന്റി എന്നാണ് അവർ ഉപയോഗിക്കുക. ആ വാക്കിന്റെ അർത്ഥം ദൈവകൃപയാൽ എന്നാണ്. ദൈവകൃപയാലാണ് ഈ വിവാഹം. അതായത് ഭർത്താവും ഭാര്യയും അതോടൊപ്പം ദൈവവും ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ആ വിവാഹം ആശീർവദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കുടുംബജീവിതമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എന്റെ പ്രാർത്ഥനയുമാണ്. ഒപ്പം തന്നെ എനിക്കൊരു പ്രത്യേകത കൊണ്ട് ഇവരുടെ വിവാഹത്തിൽ 2 പേരെ ഞാൻ
ട്യൂഷനും പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരെ ഞാൻ വേദോപദേശം പഠിപ്പിച്ചിട്ടുണ്ട്. വേദോപദേശം പഠിപ്പിക്കലും നിർത്തി, അതെന്തെങ്കിലും ആവട്ടെ. രണ്ടുപേരും എന്റെ സ്റ്റുഡൻസ് ആണ്. രണ്ടുപേരും എന്റെ രണ്ട് രീതിയിലും എനിക്ക് ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാവിധ ആശംസകളും. ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇനി എല്ലായിടത്തും നമ്മൾക്ക് വെച്ച് പേര് അതെന്താണെന്ന് വെച്ചാല് അതിന്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചാല് നമുക്ക് വിവാഹം എന്ന് പറയുന്ന കസ്റ്റം ആചാരങ്ങൾ ഉണ്ടായത് അടുത്ത കാലത്താണ്. അതിന് കൂടി 1000 വർഷത്തിന് മേലെ പഴക്കണ്ടാവില്ല. ഇപ്പൊ ബൈബിളിൽ ആദോ ഹവ്വ വിവാഹിതരായിട്ട് അച്ഛൻ താലി കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട്. പണ്ടൊക്കെ താലി കെട്ടലായിരുന്നു, ഞാനൊക്കെ കെട്ടുകയും ചെയ്തു. ഇത് വരച്ചിട്ട് സാധനം പൊട്ടിപ്പോയെന്ന് എന്റെ ഭാഗ്യം. അത് നിങ്ങൾക്ക് ആരും താലി കെട്ടലേ ഉണ്ടായിരുന്നില്ല. യൂറോപ്യൻ രീതിയിൽ അവർ താലി കെട്ടുന്നില്ല, റിങ്ങേ കൈമാറുന്നുള്ള. വിവാഹത്തിന്റെ ചിഹ്നമായിട്ട് റോമൻ സീറോ മലബാർ സഭയുടെ അടക്കമുള്ള കത്തോലിക്ക തിരുസഭയുടെ ചിഹ്നങ്ങളെല്ലാം ഒരു റോ എക്സ് 2 റിങ് മാത്രമേ ഉള്ളൂ. ഈ ആചാരങ്ങളൊക്കെ പിന്നീട് നമ്മുടെ ഓരോ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം വിവാഹം ബൈബിളിൽ പറയുന്ന 4 വിവാഹങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതിനകത്ത് ഒന്നിലും തന്നെ യേശു ആദ്യമായിട്ട് പങ്കെടുത്തത് കാനായിലെ വിവാഹ വിരുന്നിലാണ്. അതിൽ വിവാഹ വിരുന്നിൽ പങ്കെടുത്തിട്ടേ ഉള്ളൂ. ആരുടെ കല്യാണമാണോ എന്ത് കല്യാണമാണെന്ന് അതിനകത്ത് എവിടെയും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇസ്ഹാക്ക് റബേക്കയുടെ കല്യാണം ഉണ്ട്, അതിനകത്ത് ഒന്നും പറയുന്നില്ല. ആകെ കൂടി പറയുന്നത് നിങ്ങൾ ബൈബിൾ വായിച്ച് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ തോബിത്തിന്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം 12-14 വാക്യങ്ങളിലാണ് ഒരു വിവാഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ. ഈ ക്രിസ്ത്യാനികൾ താലി കെട്ടാൻ തുടങ്ങിയത് ഇൻകൾട്രേഷന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് കേൾക്കാൻ രസമുണ്ടോന്ന് എനിക്കറിയില്ല. ഇൻകൾട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ സംസ്കാരം കടം വാങ്ങിയതാണ്. താലി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തലിത്ത് എന്നാണ്. തലിത്ത് എന്ന് വെച്ചാൽ കെട്ടുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായി. ക്രിസ്ത്യൻ വിവാഹ രീതി അനുസരിച്ച് താലിക്കല്ല പ്രാധാന്യം, റിങ്ങിനാണ്. വെഡിങ് റിങ്ങിനാണ് അവർക്ക് പ്രാധാന്യം. പിന്നെ എങ്ങനെയൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ പല മതങ്ങളിൽ നിന്ന് കടമെടുത്ത് നമ്മൾ വിപുലീകരിച്ചു.